ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ കഴിഞ്ഞ പ്രഡിക്ഷൻ വീഡിയോയിൽ നമ്മൾ 1 മുതൽ 5 വരെയുള്ള മുഴുവൻ പാഠങ്ങൾ, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ വരെ നമ്മൾ അവിടെ ചെയ്തത് കാസ്കേഡിങ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് വരെ. സോ അതിൻ്റെ ബാക്കി, അതായത് 6 മുതൽ ബാക്കി ചാപ്റ്റേഴ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അറിയില്ല വീഡിയോ എത്ര ലെങ്തി ആകുമെന്നുള്ളത്. എൻ്റെ എല്ലാ വീഡിയോസിനെയും കമൻറ്റ് സെക്ഷനിൽ കംപ്ലീറ്റ് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ റിക്വസ്റ്റ് വന്നതുകൊണ്ട് മാത്രം മിസ് ലാസ്റ്റ് മിനിറ്റിൽ പെട്ടെന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്രയും പേര് ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പകുതിയല്ല, ഒരു 25% ആളുകൾ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നമ്മുടെ +2യുടെ വീഡിയോസ് വേണ്ടേ? ഇനി +2ലേക്ക് കടക്കുമ്പോൾ +1ലും +2ലും നിങ്ങൾക്ക് A+ വേണ്ടേ? ഫുൾ മാർക്ക് വേണ്ടേ? അപ്പോൾ അതിന് എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് ഈ കാണുന്നതിൽ എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കാണുന്നതെന്ന് ജസ്റ്റ് ഒരു ക്ലിക്കിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഓക്കെ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ, വേറെ ഒന്നും പറയുന്നില്ല. ഒന്നുകൂടി എൻ്റെ ലൈക്ക് കൂടി ചെയ്യുക, കാരണം അതൊരു പോസിറ്റീവ് എനർജിയാണ്. ലൈക്ക് നമ്മുടെ വീഡിയോസിന് എത്ര കിട്ടുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചെയ്യാത്തവർ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. സോ ഇനി ചോദിക്കാൻ പോകുന്നത്, അപ്പോൾ ഇതിൽ നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ 6 മുതൽ മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെ 10 ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. ഇത് മാത്രം പഠിച്ചാൽ മതിയെന്ന് ചോദിച്ചാൽ ഇത് മാത്രം പഠിച്ചാൽ പോരാ. ബട്ട് ഇതാണ് ഏറ്റവും ടോപ്പ് ക്വസ്റ്റ്യൻസ്. ഇതല്ലാതെയും ചോദ്യങ്ങൾ വന്നേക്കാം. അല്ലാതെയും ചോദ്യങ്ങൾ വരാമെന്ന് പറഞ്ഞാൽ ഇതിൽ പെടാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാകുമല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏത് മാർക്ക് ലക്ഷ്യം വെക്കുന്നു എന്നനുസരിച്ചിട്ടിരിക്കും. നിങ്ങളൊരു ഫുൾ മാർക്ക് ഉദ്ദേശിക്കുന്ന ആളെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. അതല്ലാതെ ഡബിൾ പാസ്, അത്യാവശ്യം നല്ലൊരു ഗ്രേഡ്, അതിനൊക്കെ ഈ വീഡിയോസ് തന്നെ മതിയാകും. ഓക്കെ, ഇത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ. ബട്ട് എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ മാർക്കൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു 75 മാർക്ക് 80 C മാർക്ക് കൂടി കൂട്ടിയിട്ടാട്ടോ. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടി പഠിക്കണം. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലായിരുന്നു നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതല്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 or 60 നേടാൻ പറ്റിയ വീഡിയോസ് നമ്മൾ ചെയ്തേനെ. അറിയാലോ, ഒരുപാട് സബ്ജക്ട്സ് ഒരുമിച്ച് വന്നതുകൊണ്ടും പിന്നെ നോമ്പും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് പറ്റാതിരുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും നാളത്തെ എക്സാമിലേക്ക്. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മിസ്സിൻ്റെ ഈ ഒരു വോയിസ്, മിസ്സിനെ കാണുന്നില്ലല്ലോ, നിങ്ങൾ വോയിസ് എന്തായാലും നിങ്ങൾക്ക് ഓർമ്മ വരും. ഈ ചോദ്യങ്ങളൊക്കെ ഇന്നലെ മിസ്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളത്. സോ ഡിലേ ആക്കുന്നില്ല. സോ നമുക്ക് വേഗം ചാപ്റ്ററിലേക്ക് കടക്കാം. എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് ഹെഡർ ഫയൽസ് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ എന്തിനാണ് ഹെഡർ ഫയൽസ് യൂസ് ചെയ്യുന്നത്? ഹെഡർ ഫയൽസ് എന്താണെന്ന് വെച്ചാൽ, ഹെഡർ ഫയൽസിൻ്റെ ഉള്ളിൽ കുറേ ഇൻഫർമേഷൻസ് ആണുള്ളത്. ഫങ്ഷൻസ്, ഒബ്ജക്ട്സ്, പ്രീ ഡിഫൈൻഡ് അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്ത ഡേറ്റ ടൈപ്സ്, പ്രീ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് ഹെഡർ ഫയലിൻ്റെ ഉള്ളിലുള്ളത്. ദ ഹെഡർ ഫയൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ IOStream എന്ന് പറഞ്ഞ ഹെഡർ ഫയലിൻ്റെ ഉള്ളിലുള്ളത് ഇറ്റ്സ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഒബ്ജക്ട് CIN ആൻഡ് COUT, ഇൻപുട്ട് ഔട്ട്പുട്ട്. ഓക്കെ, CIN ആൻഡ് COUട്ടിൻ്റെ ഇൻഫർമേഷൻസ് ആണ് IOStreamലുള്ളത്. അതല്ലാതെ വേറെയും ഒരുപാട് ഹെഡർ ഫയൽസ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് CMath, CC ടൈപ്പ്, CSTD ഒക്കെ. ഇനി ഡിസ്ക്രൈബ് ദ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ്. എന്താണ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ്? പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ കമ്പൈലർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് കമ്പൈലർ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ശരിക്കുമുള്ള കോമ്പിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കമ്പൈലർ നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഇറ്റ് ഗീവ് ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പൈലർ ടു പ്രോസസ് ദ ഇൻഫർമേഷൻ provided before actual compilation starts. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയുമ്പോൾ ഹാഷ് ഇൻക്ലൂഡ് ആണ്. ഹാഷ് ഇൻക്ലൂഡ് എന്നൊരു എക്സാമ്പിൾ. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈസ് യൂസ് ടു ലിങ്ക് ദ ഹെഡർ ഫയൽസ് അവൈലബിൾ ഇൻ ദ C++ ലൈബ്രറി. C++ ലൈബ്രറിയിൽ ഒരുപാട് ഹെഡർ ഫയൽസ് ഉണ്ടാകും. അപ്പോൾ അതെല്ലാം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്, ലിങ്ക് ചെയ്യാനാണ് ഹാഷ് ഇൻക്ലൂഡ് എന്ന പ്രീ പ്രോസസർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഹാഷ് ഡിഫൈൻ ഉണ്ട്, ഹാഷ് അൺഡെഫ് ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. വാട്ട്സ് ദ റോൾ ഓഫ് കോമൻസ് ഇൻ എ പ്രോഗ്രാം? എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് വേസ് ടു റൈറ്റ് കോമൻസ് ഇൻ എ C++ പ്രോഗ്രാം. ഒരു C++ പ്രോഗ്രാമിൽ എങ്ങനെയാണ് നമ്മൾ കോമൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോമൻസിൻ്റെ റോൾ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്? കോമൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യുന്ന കോമൻസ് ആണ്, അല്ല നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ലൈൻസ് ആണ്. അത് എക്സിക്യൂട്ട് ചെയ്യോ ഇല്ല, കമ്പൈലർ അത് എക്സിക്യൂട്ട് ഒന്നും ചെയ്യില്ല. പക്ഷെ നമുക്ക് എന്താണ്, പിന്നീടുള്ള യൂസേജിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ആ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യാം, കോമൻസ് എഴുതാമെന്നുള്ളതാണ്. അത് 2 രീതിയിലുണ്ട്. സിംഗിൾ ലൈൻ കോമൻസും ഉണ്ട്, മൾട്ടി ലൈൻ കോമൻസും ഉണ്ട്. സിംഗിൾ ലൈൻ കോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദ ക്യാരക്ടേഴ്സ് 2 slashes ഈസ് യൂസ്ഡ് ടു, ഈ 2 സ്ലാഷ് യൂസ് ചെയ്തുകൊണ്ടാണ് സിംഗിൾ ലൈൻ കോമൻറ്റ് യൂസ് ചെയ്യുന്നത്.
The text appearing after hash 2 slashes in a line is treated as common by the C++ compiler. അതായത് ഇങ്ങനെ കൊടുത്തോണ്ട് നമ്മളിവിടെ ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, നമ്മുടെ ആ ഒരു കോമൻറ്റ് എഴുതുന്നു. അപ്പോൾ അതിന് സിംഗിൾ ലൈൻ കോമൻ്റ് ആയിട്ടാണ് കമ്പൈലർ എടുക്കുക. മൾട്ടി ലൈൻ കോമൻ്റ് എന്ന് വെച്ചാൽ സ്ലാഷും പിന്നെ ആസ്റ്ററിക്കും അതിൻ്റെ ഉള്ളിൽ കോമൻ്റ് എഴുതും, എന്നിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ആസ്റ്റർക്ക് പിന്നെ സ്ലാഷ്, അങ്ങനെ കൊടുക്കുന്നതാണ് മൾട്ടി ലൈൻ കോമൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്ത് എഴുതിയാലും അത് മൾട്ടി ലൈൻ കോമൻറ്റ്സ് ആയിട്ടാണ് കമ്പൈലർ എടുക്കുന്നത്. കമ്പൈലർ അത് എക്സിക്യൂട്ട് ഒന്നും ചെയ്യില്ല. ദെൻ വാട്ട് ഈസ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ? വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. എന്താണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ? വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ചപ്പോൾ ഇൻറ്റ് മാർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിലേക്കുള്ള വാല്യൂ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇൻറ്റ് മാർക്ക് 120 എന്ന് പറഞ്ഞ് കൊടുത്താൽ ആ മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൽ ഇൻറ്റീജർ ആണ് ഡേറ്റ ടൈപ്പ് എന്ന് ഡിക്ലെയർ ചെയ്തിട്ട് അതിനുള്ളിലെ വാല്യൂ 120 ആണെന്ന് പറയുകയാണ് നമ്മൾ. അതായത് നമ്മൾ അതിലേക്ക് വാല്യൂ സപ്ലൈ ചെയ്യാണ്. ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ആ വേരിയബിളിൻ്റെ വാല്യൂ, മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ വാല്യൂ 120 ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഇതിപ്പോൾ നോക്കി ഇൻറ്റ് XYZ = 120, അല്ലെങ്കിൽ ഇൻറ്റ് മാർക്ക് = 120 അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻറ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ 120 എന്ന് പറഞ്ഞ് കൊടുക്കാം. ദെൻ എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലോട്ട് G9. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ആണ്, എന്നിട്ട് G = 9.8, അതേപോലെ തന്നെ കോൺസ്റ്റ് ഫ്ലോട്ട് G = 9.8. ഇത് രണ്ടും നമ്മൾ വ്യത്യാസം എന്താ? ഫ്ലോട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നത്? ഫ്ലോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡെസിമൽ പാർട്ടല്ലേ, ഫ്രാക്ഷൻ. ഇപ്പോൾ 9.8 ആണല്ലോ, അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസ് 10.2 അങ്ങനെയുള്ള വാല്യൂസ് അസൈൻ ചെയ്യാനാണ് നമ്മൾ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതിന് മുന്നിൽ കോൺസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പോലും അതിൻ്റെ വാല്യൂ പിന്നെ 9.8 അല്ലാതെ മാറില്ല. അതായത് ആ പ്രോഗ്രാമിൽ ഫുൾ ആ ഫ്ലോട്ട് എന്ന് പറയും, ആ G എന്ന് പറയുന്നതിൻ്റെ വാല്യൂ, ഓക്കെ, G എന്ന് പറയുന്ന വാല്യൂ 9.8 ആയിരിക്കും. അത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാനാണ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ടൈപ്പ് മോഡിഫയേഴ്സ് ഇൻ C++. C++ൽ എന്താണ് ടൈപ്പ് മോഡിഫയേഴ്സ്? ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ ടൈപ്പ് മാറ്റാൻ വേണ്ടിയിട്ടോ, it is the range of values permitted to the data type by altering the memory size. ഡാറ്റ ടൈപ്പിലേക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ മെമ്മറി സൈസ് മാറ്റാനോ അല്ലെങ്കിൽ വാല്യൂസിൻ്റെ സൈൻസ് മാറ്റാനോ വേണ്ടിയിട്ട്. മോഡിഫയേഴ്സ് അല്ല, മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡിഫയേഴ്സ് ആണ് സൈൻഡ് ഉണ്ട്, അൺസൈൻഡ് ഉണ്ട്, ലോങ് ഉണ്ട്, ഷോർട്ട് ഉണ്ട്. ലോങ് ഷോർട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു മെമ്മറി സൈസ് ലോങ് ഷോർട്ടും ആക്കി കൊടുക്കുന്നത്. ദെൻ ടൈപ്പ് പ്രൊമോഷനും ടൈപ്പ് കാസ്റ്റിങ്ങും എന്താണ്? ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. രണ്ട് ടൈപ്പ് കൺവേർഷൻസ് ആണുള്ളത്, ഇംപ്ലിസിറ്റും ഉണ്ട് എക്സ്പ്ലിസിറ്റും ഉണ്ട്. സോ അതിന് തന്നെയാണ് ഈ ടൈപ്പ് പ്രൊമോഷൻ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C++ ഇന്റേണലി പെർഫോം ചെയ്യുന്നതാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിൽ C++ എന്ത് ചെയ്യും, ലോവർ സൈസ്ഡ് ഓപ്പറൻസിനെ ടു ദ ഡേറ്റ ടൈപ്പ് ഓഫ് ദ ഹയർ സൈസ്ഡ് ഓപ്പറൻറ്റ്, ഹയർ സൈസ്ഡ് ഓപ്പറൻറ്റിൻ്റെ ഡേറ്റ ടൈപ്പിൽ അതിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 3 + 2.5 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദ എക്സ്പ്രഷൻ വിൽ ബിക്കം ഈ 2.5 ഒക്കെ ഉള്ള രീതിയിൽ, അതായത് 3.0 + 2.5 എന്ന് വരും. സോ ദ റിസൾട്ട് വിൽ ബി 5.5. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ലോവർ സൈസ്ഡ് ഓപ്പറൻറ്റിനെ ഹയർ സൈസ്ഡ് ഓപ്പറൻറ്റ് ആ ഡേറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഇത് ഏത് ഡേറ്റ ടൈപ്പ് ആയിരുന്നു? ഇത് ഇൻ്റ് ആയിരുന്നു, ഇത് ഫ്ലോട്ട് ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഹയർ സൈസ്ഡ് ഓപ്പറൻറ്റിൻ്റെ അതിലേക്ക് മാറ്റി, അതായത് രണ്ടിനെയും ഫ്ലോട്ടിലേക്ക് മാറ്റി വെച്ചേക്കാണ്. ദെൻ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് വെച്ചാൽ ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. ഇത് ഇൻറ്റേർണലി നടക്കുന്നതല്ല, പ്രോഗ്രാമർ തന്നെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. പ്രോഗ്രാമർ എന്ത് ചെയ്യും, ഏത് ഡേറ്റ ടൈപ്പിലേക്കാണോ മാറ്റേണ്ടത് ആ ഡേറ്റ ടൈപ്പ് ആ ഓപ്പറൻറ്റ്, ഇപ്പോൾ 3 + 2 എന്ന് പറഞ്ഞ 2 ഓപ്പറൻറ്റിന് മുമ്പിൽ നമ്മൾ ഇവിടെ ഒരു പാരാന്തസിസിൽ ഫ്ലോട്ട് എന്ന് കൊടുത്താൽ ഈ 2ൻ്റെ ഡേറ്റ ടൈപ്പ് ഫ്ലോട്ടായിട്ട് മാറും. അതായത് 2 എന്നത് 2.0 എന്ന രീതിയിൽ ഡെസിമൽ പോയിന്റ്സ് വരുന്നതായിട്ട് മാറും. ഇനി കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു വിച്ച് ആർ ദേ, അല്ലെങ്കിൽ വാട്ട് ആർ ദേ? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് രണ്ട് രീതിയിലാണുള്ളത്. ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഇറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇനി ഇഫ് നോ മാച്ച് ഈസ് ഫൗണ്ട്, നമ്മൾ സ്വിച്ചിൽ പറയുന്നതാണ്. സ്വിച്ചിൻ്റെ സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോൾ സ്വിച്ച് കേസ് 1 കേസ് 2 എന്ന് പറഞ്ഞാൽ പല കേസസ് കൊടുക്കും. അതൊന്നും
മാച്ച് ആകുന്നില്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ലാസ്റ്റ് നമ്മൾ ഡിഫോൾട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്? അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സ്, മക്കളെ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും സിൻടാക്സ് പഠിക്കണം. ഒന്നും പഠിക്കാത്തവർ ഇഫിൻ്റെ ഇഫ് എൽസിൻ്റെ എന്തായാലും പഠിക്കാം കേട്ടോ. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ സിൻടാക്സ് എന്താ? ഇഫ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അതായത് ഇതിലാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നത്. ദെൻ നമ്മൾ ബ്രേസസിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 കൊടുത്തു. എൽസ് ഇതല്ലെങ്കിൽ ഇത് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് കൊടുത്തു. ഇതാണ് അതിൻ്റെ സിൻടാക്സ് വരുന്നത്. ദെൻ സ്വിച്ചും ഇഫ് എൽസ് ഇഫ് ലാഡറും തമ്മിലുള്ള ഡിഫറൻസ്. സ്വിച്ച് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് പെർമിറ്റ് ചെയ്യും, ഇത് മൾട്ടിപ്പിൾ ബ്രാഞ്ച് പെർമിറ്റ് ചെയ്യും. ഇതെന്ന് പറയുന്നത് ഇവാലുവേറ്റ്സ് കണ്ടീഷൻ വിത്ത് ഇക്വാലിറ്റി ഓപ്പറേറ്റർ ഉള്ളൂ. ഇക്വാലിറ്റി ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് മാത്രമാണ് കണ്ടീഷൻസ് എന്തുള്ളൂ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇതിൽ റിലേഷണൽ ലോജിക്കൽ എക്സ്പ്രഷൻസ് ഒക്കെ എൽസ് ഇഫ് ലാഡറിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഈക്വാലിറ്റി ഓപ്പറേറ്റർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ദെൻ കേസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എന്താകാം? കേസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജറോ ക്യാരക്ടർ ടൈപ്പോ ഏതും ആകാം. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് കണ്ടീഷൻ മേ ഇൻക്ലൂഡ് റേഞ്ച് ഓഫ് വാല്യൂസ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ് ഒക്കെ ഇതിൽ വരും. ദെൻ മാച്ച് ഫൗണ്ട് ചെയ്തില്ലെങ്കിൽ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യാണ്? ട്രൂ ഓർ ഫോൾസ് എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ട്രൂ അല്ലെങ്കിൽ അതിൽ എൽസ് അതല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ എൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കില്ല. എൽസ് ബ്ലോക്കാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദെൻ ഈ സ്വിച്ചിൽ നിന്ന് എക്സിറ്റ് ആകാൻ പുറത്തേക്ക് കടക്കാൻ വേണ്ടി ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ആ ബ്ലോക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും? പ്രോഗ്രാം കൺട്രോൾ പുറത്തേക്ക് വന്നോളും. ദെൻ ഹൗ ഡസ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ഡിഫർ ഫ്രം എനി എൻട്രി കൺട്രോൾഡ് ലൂപ്പ്? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൂപ്പ് ബോഡി ഉണ്ടല്ലോ, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ അല്ലാന്നുണ്ടെങ്കിൽ ട്രൂ അല്ലാന്നുണ്ടെങ്കിൽ ആ ബോഡി എക്സിക്യൂട്ടേ ചെയ്യില്ല. ദെൻ ഇപ്പോൾ ഇത് എന്തിനാ സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ suitable when skipping of the body from being executed is required. ഒരു ഭാഗം എക്സിക്യൂട്ട് ചെയ്ത് അത് സ്കിപ്പ് ചെയ്ത് അടുത്തയിലേക്ക് പോകണമെങ്കിലൊക്കെ ഇതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. എക്സിറ്റ് കൺട്രോളിൽ അങ്ങനെയല്ല, ചെക്ക് ചെയ്തിട്ടല്ല ലൂപ്പിലേക്ക് പോകുന്നത്. ഒരു തവണ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ബോഡി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാകും. നോർമൽ എക്സിക്യൂഷനൊക്കെയാണ് ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ലൂപ്പിൻ്റെ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ചോദിക്കുക. ഇനീഷ്യലൈസേഷൻ, നമ്മൾ i=1 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന വാല്യൂ. ടെക്സ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ കണ്ടീഷൻ കൊടുക്കില്ലേ, >10 എന്നൊക്കെ. പിന്നെ അതിൽ ബോഡി ഓഫ് ലൂപ്പ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ i++ എന്നൊക്കെ നമ്മൾ കൊടുക്കില്ലേ, അതാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? റിസോഴ്സസ് ഷെയർ ചെയ്യാൻ പറ്റും, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ്, ഇമെയിൽ പോലെ സർവീസൊക്കെ യൂസ് ചെയ്തുകൊണ്ട്. റിലയബിലിറ്റി, നമുക്ക് ഒന്ന് ബ്രേക്ക് ആയാലും മറ്റൊന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊന്നിനെ വിശ്വസിക്കാൻ പറ്റും. സ്കെയിലബിലിറ്റി, നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ എപ്പോൾ വേണമെങ്കിലും സാധിക്കും. ദെൻ ഇതൊക്കെ എന്താണ്? നോഡ് എന്താണ്? നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഏതൊരു ഡിവൈസും, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, സ്കാനർ ആയിക്കോട്ടെ, പ്രിൻ്റർ ആയിക്കോട്ടെ, അതാണ് നോഡ്. ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ മാക്സിമം ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ റേറ്റ് എന്ന് മാത്രം. ബാൻഡ്വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഡാറ്റ ഏറ്റവും ഈസി ആയിട്ട് വേഗത്തിൽ ട്രാൻസ്ഫർ ആകും. ദെൻ നോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റയുടെ സിഗ്നലിൻ്റെ ക്വാളിറ്റീനെ കുറയ്ക്കുന്ന എന്തും, അൺവാണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജിയാണ് നോയ്സ് എന്ന് പറയുന്നത്. ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ മീഡിയം, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മീഡിയം. കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഡാറ്റ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം, ട്രാൻസ്മിഷൻ മീഡിയമാണ് കമ്മ്യൂണിക്കേഷൻ മീഡിയം. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പറയുകയാണെങ്കിൽ ഗൈഡഡ് ഉണ്ട്, അൺഗൈഡഡ് ഉണ്ട്. ഗൈഡഡ് എന്ന് വെച്ചാൽ വയേർഡ് മീഡിയമാണ്, വയർ കണക്ട് ചെയ്ത് പോകുന്നതാണ്. അൺഗൈഡഡിൽ വയേഴ്സ് ഇല്ല, അതായത് വയർലെസ് ആയിട്ടുള്ള റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് വേവ് ഒക്കെയാണ് അതിൽ വരുന്നത്. ആ ഗൈഡഡ് തന്നെ വയറുള്ളതിൽ തന്നെ 3 രീതിയിലുണ്ട്. ട്വിസ്റ്റഡ് പെയർ ഉണ്ട്, കൊയാക്സിയൽ ഉണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ട്. വയേർഡ് അല്ല കേട്ടോ, വയേർഡ് ട്വിസ്റ്റഡ് പെയർ മാറിപ്പോയ. വയേർഡിൽ തന്നെ വരുന്നതാണ്, വയേർഡിൽ വരുന്ന ഒന്നാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് വെച്ചാൽ ഇവിടെ 4 ട്വിസ്റ്റഡ് പെയർസ് ചേർന്നിട്ട് ഒരൊറ്റ ഔട്ടർ ഷീൽഡിൽ, അതായത് ഇപ്പോൾ 4 എണ്ണം ചേർന്നിട്ട് ഒരൊറ്റ ഔട്ടർ ഷീൽഡിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും ഉണ്ടാകുക. അത് അൺഷീൽഡഡും ഉണ്ട്, ഷീൽഡഡും ഉണ്ട്, UTP ഉണ്ട്, STP ഉണ്ട്. ദെൻ കൊയാക്സിയൽ കേബിൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഇന്നർ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഈ സറൗണ്ടഡ് ബൈ എ ട്യൂബുലാർ ഇൻസുലേറ്റിംഗ് ലെയർ.
ഒരു ട്യൂബ് ഫോമിലുള്ള ഇൻസുലേറ്റിംഗ് ലെയർ വെച്ചിട്ട് ഇത് കവർ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഒരു ഷീൽഡ് കൂടി ഇതിന് വരും. ദെൻ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ ലോങ് തിൻ ഗ്ലാസ് ഫൈബേഴ്സ് ആണ്. അതിൻ്റെ ഉള്ളിലൂടെ ഡേറ്റ എങ്ങനെയാണ് ലൈറ്റ് സിഗ്നൽസ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ലൈറ്റിൻ്റെ രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് ഡേറ്റ ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യും. ദെൻ റെഡ് വേവ്സ് എന്ന് പറയുന്നത് അതിന് ഫ്രീക്വൻസി റേഞ്ച് കുറവാണ്. ഷോർട്ടർ കമ്മ്യൂണിക്കേഷൻ, തൊട്ടടുത്തുള്ള ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിൽ ഓക്കെ. അപ്പോൾ വയേർഡിൽ വരുന്നതാണ് ട്വിസ്റ്റഡും കൊയാക്സിലും ഒപ്റ്റിക്കൽ ഫൈബറും. ഇൻഫ്രാറെഡ് അതിൽ വരുന്നല്ല. ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ് ഒക്കെ അൺഗൈഡഡ് മീഡിയ ആണ്, വയേർഡ് അല്ലാത്തതാണ്. ദെൻ ഡിഫറൻഷിയേറ്റ് സ്വിച്ച് ആൻഡ് ഹബ്. സ്വിച്ച് എന്ന് പറയുന്ന ഒരു ഇൻ്റലിജൻറ്റ് ഡിവൈസ് ആണ് ദാറ്റ് കണക്ട്സ് സെവറൽ കമ്പ്യൂട്ടേഴ്സ് ടു ഫോം എ നെറ്റ്വർക്ക്. പല കമ്പ്യൂട്ടേഴ്സ് ചേർന്ന് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ. അതിനുശേഷം ഒരു കമ്പ്യൂട്ടർ ഒരു ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യും മറ്റേ കമ്പ്യൂട്ടറിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട്. ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യുമ്പോൾ സ്വിച്ച് എന്ത് ചെയ്യും, ആ ഡാറ്റ പാക്കറ്റിലുള്ള അഡ്രസ്സ് വായിച്ചു നോക്കും. മീൻസ് ഒരു സിമ്പിളായിട്ട് രീതി പറയുന്നതാണ്. അതിലുള്ള അഡ്രസ്സ് നോക്കിയിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നൊരു കമ്പ്യൂട്ടർ ഉണ്ട്, ബി, സി, ഡി ഉണ്ട്. ഡിയിലേക്കാണ് അഡ്രസ്സ് വച്ചിരിക്കുന്നതെങ്കിൽ ആ അഡ്രസ്സ് നോക്കിയിട്ട് കറക്റ്റ് ഡിയിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ് സ്വിച്ച്. ദെൻ ഹബ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ സെവറൽ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാനാണ് ഹബ്ബും യൂസ് ചെയ്യുന്നത്. ഹബ്ബ് സ്വിച്ചിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഒരു കമ്പ്യൂട്ടർ, ഇപ്പോൾ എ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഡി എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹബ്ബ് എന്ത് ചെയ്യും, ആദ്യം ബി, സി, ഡി അങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും ആ ഡാറ്റ പാക്കറ്റ് എന്ത് ചെയ്യും, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷേ സ്വിച്ച് എന്ത് ചെയ്യുള്ളൂ, ആ ഡെസ്റ്റിനേഷൻ ഡി എന്നതിലേക്ക് മാത്രമാണ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് സ്വിച്ചിന് ഒരു ഇൻ്റലിജൻറ്റ് ഡിവൈസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിൻ്റെ 4 ടൈപ്പ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഏതാണ്? ഹബ്ബ്, സ്വിച്ച്, റിപ്പീറ്റർ, ബ്രിഡ്ജ്, റൂട്ടർ, ഗേറ്റ് വേ. ഓരോന്ന് താഴെ വരുന്നുണ്ട്. റിപ്പീറ്റർ എന്താണ്? റിപ്പീറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകമിങ് സിഗ്നൽ, അതിലേക്ക് വരുന്ന സിഗ്നലെ റീജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറഞ്ഞൊരു സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ഒറിജിനൽ സ്ട്രെങ്ത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഏതിലേക്കാണോ അയക്കേണ്ടത് അതിലേക്ക് അയച്ചു കൊടുക്കും. ദെൻ ബ്രിഡ്ജ് എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രിഡ്ജിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്കിനെ പാർട്ടീഷൻ ചെയ്യാൻ, സെഗ്മെൻറ്റൈസ് ചെയ്യാനാണ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രിഡ്ജ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് പല സെഗ്മെൻ്റ് ആക്കി ബ്രിഡ്ജ് വഴി നമുക്ക് ഇൻ്റർ കണക്ട് ചെയ്യാൻ പറ്റും. റൂട്ടറിൻ്റെ യൂസ് എന്താണ്? റൂട്ടർ എന്ന് പറഞ്ഞാൽ സെയിം പ്രോട്ടോക്കോളിലുള്ള 2 നെറ്റ്വർക്ക്സ് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യാനാണ് റൂട്ടർ യൂസ് ചെയ്യുന്നത്. ഗേറ്റ് വേ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് പ്രോട്ടോക്കോളിലുള്ള 2 ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യാനാണ് ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. ദെൻ എന്താണ് ടോപ്പോളജി അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരെന്താണ്? അതാണ് ടോപ്പോളജി. അതിൽ ബെസ്റ്റ് ടോപ്പോളജി ഉണ്ട്. ബെസ്റ്റ് ടോപ്പോളജി നോക്കുമ്പോൾ എല്ലാ കമ്പ്യൂട്ടേഴ്സും എന്ന് പറയുന്നത് ഒരു മെയിൻ കേബിൾ, ഈ മെയിൻ കേബിളിനെയാണ് ബസ് എന്ന് പറയുന്നത്, അതിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു നോഡ്, അതായത് ഈ നോഡ് എന്ന് വെച്ചാൽ ഈ കണക്ട് ചെയ്ത് ഓരോന്നിനെയും, അപ്പോൾ ഒരു നോഡിന് എന്ത് ചെയ്യണം, ഈ നോഡിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റ ആദ്യം ഈ ബസ്സിലേക്ക് സെൻഡ് ചെയ്യും. ദെൻ ആ ഒരു ബസ്സിലൂടെ ആ സിഗ്നൽ അല്ലെങ്കിൽ ആ ഡാറ്റ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയിട്ട് ഇങ്ങോട്ടേക്കാണോ ഉള്ളത് നോക്കും. ഇങ്ങോട്ടേക്കുള്ള അഡ്രസ്സ് വച്ചിരിക്കുന്നെങ്കിൽ ഈ നോഡ് അത് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ സ്റ്റാർ ടോപ്പോളജി ഉണ്ട്. സ്റ്റാർ ടോപ്പോളജിയിൽ ഈ ഓരോ നോഡും എന്ത് ചെയ്തേക്കാണ്, ഒരു ഹബിലേക്ക് അല്ലെങ്കിൽ ഒരു സ്വിച്ചിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു, കണക്ട് ചെയ്തേക്കാണ്. ഇപ്പോൾ ഈ ഒരു നോഡിലേക്ക് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഹബിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ഏതിലേക്കാണോ അയച്ചിരിക്കുന്നത് അതിലേക്ക് മാത്രം അത് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ റിംഗ് ടോപ്പോളജി എന്ന് വെച്ചാൽ ഒരു സർക്കിളിൻ്റെ ഫോമിലാണുള്ളത്. ഇതിനൊരു സ്റ്റാർട്ടോ ഇതിന് എൻഡോ ഒന്നുമില്ല. ഡാറ്റ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ട്രാവൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ എ എന്ന് പറയുന്ന ഈ ഒരു നോഡ് ഇതിലേക്കാണ് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെയെല്ലാം പോയിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. ഓക്കെ. ദെൻ മെഷ് ടോപ്പോളജി എന്ന് വെച്ചാൽ എല്ലാ നോഡും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം പാത്ത് ഒരു 2 നോഡ് തമ്മിലിടാം. ഇത് ഇങ്ങോട്ടും കണക്റ്റഡാണ്, ഇത് ഇങ്ങോട്ടും കണക്റ്റഡാണ്. അതുകൊണ്ട് തന്നെ ഒരു പാത്ത് ഫെയിൽ ആയാലും വേറൊരു രീതിയിൽ എന്തിലേക്ക് ആ ഡെസ്റ്റിനേഷൻ നമ്മൾ ഏതിലേക്കാണോ അയക്കാൻ ഉദ്ദേശിച്ചത് അതിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഹൗ ഈസ് ലാൻ ഡിഫറെൻറ്റ് ഫ്രം വാൻ ഡിഫറെൻറ്റ് ഫ്രം ലാൻ. വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. അതായത് ഇപ്പോൾ ഒരു സിറ്റി, കൺട്രി, കോണ്ടിനെന്റ് അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ലാതെ ഒരു ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ഓർ റേഡിയസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, ആ ഒരു എല്ലാത്തിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എക്സ്പെൻസീവ് ആണ്, സ്പീഡ് കുറവായിരിക്കും. ഇൻ്റർനെറ്റ്, ATM ഒക്കെയാണ് ഇത് വരുന്നത്.
ദെൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നെറ്റ്വർക്ക് സ്പാനിങ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ ഒരു ക്യാമ്പസിൽ മാത്രം നെറ്റ്വർക്ക് കിട്ടുന്ന രീതിയിൽ വിത്തിൻ എ ഫ്യൂ മീറ്റേഴ്സ് മാത്രമാണ് അല്ലെങ്കിൽ ഫ്യൂ കിലോമീറ്റേഴ്സ് മാത്രമാണ് വരുന്നത്. അത് മേ ബി ഒരാളായിരിക്കും ഓൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്നിലധികം ഒരു ഓർഗനൈസേഷനൊക്കെ ആയിരിക്കും ഓൺ ചെയ്യുന്നത്. അത്ര എക്സ്പെൻസീവ് അല്ല, പക്ഷേ കുറച്ച് സ്പേസ് അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന് ഹൈ സ്പീഡായിരിക്കും ഉണ്ടാകുക. ദെൻ വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് TCP/IP പ്രോട്ടോകോൾ? TCP/IP പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നെറ്റ്വർക്കിലെ ഡിവൈസസ് ഇന്റർകണക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെൻ എ ഡേറ്റ ഇസ് സെൻഡ് ഫ്രം ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഇന്റർനെറ്റ് വഴി നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ TCP എന്ത് ചെയ്യും, അതിനെ സ്മോൾ പാക്കറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് സെൻഡ് ചെയ്യുന്നത്. ദെൻ ഈ പാക്കറ്റ്സ് എന്ത് ചെയ്യും, റിസീവിങ് കമ്പ്യൂട്ടർ റിസീവ് ചെയ്യും. അതിനുശേഷം TCP ഈ പാക്കറ്റ്സിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് നോക്കും. എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ TCP എന്ത് ചെയ്യും, ഒന്നുകൂടി ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ ഒരു റിക്വസ്റ്റ് കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി അസംബിൾ ചെയ്ത് ആ ഒറിജിനൽ മെസ്സേജ് ആക്കി കൊടുക്കും. ദെൻ ഡെലിവറി ഓഫ് ഈച്ച് പാക്കറ്റ്സ്, ഈ ഓരോ പാക്കറ്റ്സും കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IP വഴിയാണ്. ദെൻ URL സ്ട്രിങ് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോകോൾ, ഡൊമൈൻ നെയിം ആൻഡ് ഫയൽ നെയിം അല്ലേ. അപ്പോൾ URL പല പാർട്സ് എന്താണ്, URL പല പാർട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതൊരു URL ആണ്, http://www.dhs അതൊരു എന്ന് പറയുന്ന URL ആണ്. അപ്പോൾ അതിൽ HTTP എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രോട്ടോകോള്. ബാക്കി ഈ ഭാഗമാണ് എന്ത് വരുന്നത്, അതിൻ്റെ ഡൊമൈൻ നെയിം index.html എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫയൽ നെയിം വരുന്നത്. ദെൻ മെയിൻ കമ്പോണൻസ്, ഒരു PC ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, NIC, അതുപോലെ തന്നെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ഒരു കമ്പ്യൂട്ടർ വേണം, TCP/IP സപ്പോർട്ട് ചെയ്യുന്നത് വേണം. ദെൻ മോഡം വേണം, ടെലിഫോൺ കണക്ഷൻ വേണം. ദെൻ അതേപോലെ തന്നെ ഒരു ഇൻ്റർനെറ്റ് അക്കൗണ്ട് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൽ നിന്ന് കിട്ടിയത് വേണം, സോഫ്റ്റ്വെയർസ് വേണം. അയ്യോ ബാങ്ക് വിളിക്കുന്നുണ്ട്, ബാങ്ക് ഒന്ന് വിളിച്ച് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഇത് ബാക്കി ചെയ്യാം. ഓക്കെ, ദെൻ റൈറ്റ് 3 സർവീസസ് ഓഫ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിന് 3 സർവീസസ് എന്തൊക്കെയാണ്? ഇൻ്റർനെറ്റിൻ്റെ സർവീസസിൽ വരുന്നതാണ് www, ദെൻ സെർച്ച് എൻജിൻസ്, ഇമെയിൽ, സോഷ്യൽ മീഡിയ. ദെൻ നെയിം എ വെബ് ബ്രൗസർ, ഗൂഗിൾ, ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല,
ഓപ്പറ, സഫാരി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഇതിൽ ബ്രൗസർ അല്ലാത്തത് ഏതാണ്? മൊസില്ല, ഗൂഗിൾ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഓപ്പറ. ഇതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ? ഗൂഗിൾ ക്രോം ആണ് എന്തായിട്ട് വരുന്നത്? ഗൂഗിൾ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ ആട്ടോ. സെർച്ച് എഞ്ചിനാണ് ഗൂഗിളായിട്ട് വരുന്നത്. ദെൻ സെർച്ച് എഞ്ചിൻ വരുന്നത് ഗൂഗിൾ, ബിങ്, യാഹൂ സെർച്ച്, ആസ്ക് ഒക്കെ സെർച്ച് എഞ്ചിൻസ് ആണ്. ദെൻ ഒരു സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ്, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണല്ലോ, യുവർ ഓൺലൈൻ ടീച്ചർ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വീഡിയോ, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് പറഞ്ഞതാണ്, അല്ല ഇതിലല്ല, യൂട്യൂബിലല്ല, അതല്ലാതെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റ് യൂസസ് പ്രോഗ്രാംസ് കോൾഡ് വെബ് ക്രോളർ അല്ലെങ്കിൽ സ്പൈഡേഴ്സ് എന്നൊക്കെ പറയും. വെബ് ക്രോളർ എന്നാണ് മെയിനായിട്ട് പറയാം. ആ വെബ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഐറ്റംസ് അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ അരിച്ചു പെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമാണ് വെബ് ക്രോളേഴ്സ് എന്ന് പറയും. അങ്ങനെയുള്ള പ്രോഗ്രാംസ് യൂസ് ചെയ്യും. വെബ് ക്രോളേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല ഡിഫറെൻറ്റ് വെബ് സെർവേഴ്സിൽ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെബ് പേജസ് ഉണ്ടാകുമല്ലോ. ഇപ്പോൾ കീവേഡ് ഉണ്ടാവുമല്ലോ, +2 ആൻസർ കീ എന്നാണെന്നുണ്ടെങ്കിൽ ആ കീവേഡ്സ് ഒക്കെ ഏതൊക്കെ വെബ് സെർവറിൽ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതുള്ള വെബ് പേജസ് എല്ലാം അത് സെർച്ച് ചെയ്യും. അതിനുശേഷം സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യും? ദ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റ് സ്റ്റോർസ് ദീസ് കീവേഡ്സ് along with their URLs to form an index in the web servers. When we use search engine to search a particular topic, it searches the index. അതിനുശേഷം ഇതിൻ്റെ എല്ലാം ഈ പല വെബ് സെർവറിൽ നിന്നൊക്കെ ആയിട്ട് അവർ വെബ് ക്രോളേഴ്സ് സെർച്ച് ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഇൻഡെക്സ് അവർ പ്രിപ്പയർ ചെയ്ത് വെക്കും. അതിനുശേഷം പിന്നീട് നമ്മൾ ആ സെർച്ച് എഞ്ചിനിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഇൻഡെക്സിൻ്റെ ഉള്ളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അടുത്ത റിസൾട്ട് നമുക്ക് തരാണ് ചെയ്യുന്നത്. തന്നെ ഒരു ഇമെയിലിൻ്റെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് എന്തൊക്കെയാണ്? 2 ഉണ്ട്. അത് നമ്മൾ ആർക്കാണോ കൊടുക്കുന്ന ആ റെസിപ്പിൻ്റെ അഡ്രസ്സ് അതിലുള്ളത്. CC ഉണ്ട്, കാർബൺ കോപ്പി. ഇതൊന്ന് സെക്കൻഡറി റെസിപ്പിയൻസിൻ്റെ ഇമെയിൽ ID നമ്മൾ അതിൽ കൊടുക്കുക. BCC ഉണ്ട്, ബ്ലൈൻഡ് കാർബൺ കോപ്പി. അതായത് ടെർഷ്യറി മൂന്നാമതുള്ള റെസിപ്പിയൻറ്റിൻ്റെ ഇമെയിൽ അഡ്രസ്സാണ് നമ്മൾ അതിൽ കൊടുക്കും. പിന്നെ സബ്ജക്റ്റിൽ അതിൻ്റെ സബ്ജക്റ്റ് കണ്ടന്റിൽ നമ്മുടെ മെസ്സേജ് നമ്മൾ എഴുതും. ദെൻ സോഷ്യൽ മീഡിയയുടെ 4 ക്ലാസിഫിക്കേഷൻസ്. ഇൻ്റർനെറ്റ് ഫോറംസ് ഉണ്ട്, സോഷ്യൽ ബ്ലോഗ്സ് ഉണ്ട്, മൈക്രോ ബ്ലോഗ്സ്, വിക്കീസ്, സോഷ്യൽ നെറ്റ്വർക്ക്സ്, കോണ്ടന്റ് കമ്മ്യൂണിറ്റീസ്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ദെൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴുള്ള 2 ഡ്രോബാക്സ് എന്തൊക്കെയാണ്? നമ്മുടെ പ്രൈവസിയിലേക്ക് ഇൻട്രൂഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അതിൽ അഡിക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്, റൂമേഴ്സ് പെട്ടെന്ന് സ്പ്രെഡ് ആകും. ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അഫക്റ്റ് ചെയ്യുന്ന 3 ത്രെറ്റ് എന്തൊക്കെയാണ്? കമ്പ്യൂട്ടർ വൈറസ്, വേം, ട്രോജൻ ഹോഴ്സ്, സ്പാം, ഹാക്കിംഗ്, ഫിഷിംഗ്, ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റാതെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യേണ്ടി വരുന്നു. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, ആൾ ഫേക്കായിട്ട് നിന്ന് നമ്മൾ പറ്റിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ അല്ലേ. കമ്പ്യൂട്ടർ വൈറസ് എന്നാണ്? കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള അനദർ പ്രോഗ്രാം ഫയലാണ് അതെന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മുടെ നോളജോ അറിവോ ഒന്നും ഇല്ലാതെ അതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. കമ്പ്യൂട്ടറിൻ്റെ നോർമൽ ഓപ്പറേഷൻ ഇത് ബാധിക്കും. ചിലപ്പോൾ നമ്മുടെ ഡേറ്റാസ് ഡിലീറ്റ് ആകാം, കറപ്റ്റ് ആകാം, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അത് ഇറേസ് ചെയ്ത് കളയാൻ വരെ ചെയ്യാം. ദെൻ ഫിഷിംഗ് എന്താണ്? ഫിഷിംഗ് മീൻ പിടിക്കാൻ പോകുന്നതാണെന്ന് എഴുതി വെച്ചേക്കല്ലേ, ഈ PHISHIN ഫിഷിംഗ്. കാരണം +1 എക്കണോമിക്സിൽ LPGയുടെ ഫുൾ ഫോം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് എഴുതി വെച്ച പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിഷിംഗ് മീൻ പിടിക്കാൻ പോകുന്നതെന്നൊന്നും എഴുതരുത് കേട്ടോ. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റ് ഒക്കെ അതേപോലെ തന്നെ ഫേക്കായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിൽ ആ ഒരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ ഇതായിരിക്കുമല്ലോ വെബ്സൈറ്റ് എന്ന് കരുതി നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അത് ഒറിജിനൽ വെബ്സൈറ്റ് ആയിരിക്കില്ല, അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്താക്കുക, ആ ഒരു ഇൻഫർമേഷൻ കിട്ടും. ദെൻ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസിനെ എന്താണ് അതിന് നോർമൽ ബിഹേവിയറിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. ടെക്നിക്കൽ എഫേർട്ട് ഒരു വ്യക്തി നിന്നുകൊണ്ട് ഹാക്ക് ചെയ്യുന്നതാണ് അല്ലേ, അയാളുടെ പല രീതിയിലുള്ള യൂസിന് വേണ്ടിയിട്ട്. സോ ഹാക്കിംഗ് എന്നത് ടെക്നിക്കൽ എഫേർട്ടാണ്. കമ്പ്യൂട്ടർ എക്സ്പേർട്ടുകൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ വൾനറബിലിറ്റി അല്ലെങ്കിൽ ഇത് എന്തുമാത്രം സെക്യൂർ ആണ്, ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഈ വൈറ്റ് ഹാക്സ് എന്ന് പറഞ്ഞ എക്സ്പേർട്സിനെ വെച്ചിട്ട് അവരെ കൊണ്ട് ഇത് ഹാക്ക് അയച്ചു നോക്കും. അവർക്ക് സിമ്പിളായിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏത് വഴിയിലൂടെയാണ് അവരിത് പൊളിച്ചതെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ ഒന്നും കൂടി സെക്യൂർഡ് ആക്കി വെക്കും. എന്നിട്ട് പിന്നെയും ഇവരെ കൊണ്ട് ഇത് ഹാക്ക് ചെയ്യിക്കും. അപ്പോൾ പിന്നെയും ചിലപ്പോൾ
പൊളിയാണെങ്കിൽ അപ്പോൾ അവിടുത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടെത്തി അത് സെക്യൂർ ചെയ്യും. അങ്ങനെ പല റൗണ്ടിലൂടെ ചെയ്ത് ആ ഒരു നെറ്റ്വർക്ക് ഏറ്റവും സെക്യൂർ ആക്കി വെക്കും ഈ വൈറ്റ് ഹാക്സിനെ യൂസ് ചെയ്തുകൊണ്ട്. അതേസമയം ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ക്രിമിനൽസ് ആണ്. സെക്യൂർഡ് നെറ്റ്വർക്ക്സിലേക്ക് ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഡേറ്റയും ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അത് ഇല്ലീഗലാണ്. ദെൻ ഗ്രേ ഹാക്കേഴ്സ് ഉണ്ട്, ഈ വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെ ഇടയ്ക്ക് വരുന്നത്. അവരിടയ്ക്ക് നല്ല രീതിക്ക് നിൽക്കുക, ഇടയ്ക്ക് ഇല്ലീഗലായിട്ട് നിൽക്കുന്നതാണ്. ദെൻ സ്മോൾ ടെക്സ്റ്റ് ഫയൽസ് യൂസ്ഡ് ബൈ ബ്രൗസേഴ്സ് ടു റിമെമ്പർ, അതായത് ഇമെയിൽ ID, യൂസർ നെയിം ഒക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗസർ യൂസ് ചെയ്യുന്ന സ്മോൾ ടെക്സ്റ്റ് ഫയൽസ് ചെയ്ത കുക്കീസ് ആണ്. ദെൻ ഫയർവാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയർവാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇതിനൊക്കെ സെക്യൂരിറ്റി കൊടുക്കുന്നതാണ്. അതിലേക്ക് വരുന്ന ഡേറ്റേനെ അലോ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ കുറച്ച് റൂൾസ് സെറ്റ് ചെയ്തുകൊണ്ട്. ദെൻ ഡിഫൈൻ ഇ ഗവേണൻസ്. ഇ ഗവേണൻസിന് 4 അഡ്വാൻറ്റേജ്. ഇ ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ICT, ഈ ആളുകൾക്ക് നമ്മുടെ സിറ്റിസൻസിന് ഗവൺമെൻറ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ICTയുടെ ആപ്ലിക്കേഷൻ ICT യൂസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗവൺമെൻറ് സർവീസസ് സിറ്റിസൻസിലേക്ക് എത്തിക്കാൻ ICTയുടെ ഹെൽപ്പ് യൂസ് ചെയ്യുന്നതിനെയാണ് ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഗവൺമെൻറ് സർവീസസ് കിട്ടും, ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും, ഗവൺമെൻറ് ഫങ്ഷൻസ് കുറച്ചും കൂടി ട്രാൻസ്പെറൻസി ഉണ്ടാകും. ദെൻ മേക്ക് എവറി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പോൺസിബിൾ, സേവ്സ് അൺനെസറി വിസിറ്റ്. നമ്മൾ ആവശ്യമില്ലാതെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൺലൈനായിട്ട് ഒരു സർവീസൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ട്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഇ ഗവേണൻസ്. ഇ ഗവേണൻസിൻ്റെ സ്ട്രക്ചർ പറഞ്ഞാൽ സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ ഉണ്ട്, SDC. ദെൻ SWAN ഉണ്ട്, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതിൻ്റെ ഏറ്റവും താഴെ കോമൺ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടാവും കോമൺ സർവീസ് സെൻറ്റേഴ്സ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫോമൊക്കെ ഫില്ല് ചെയ്യണമെങ്കിലോ ആപ്ലിക്കേഷനൊക്കെ സെൻഡ് ചെയ്യണമെങ്കിൽ SCCയുടെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്തുനിന്ന് അവർ ചേട്ടനോട് പറയും, ആ ചേട്ടൻ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുകയും വെച്ചാൽ അവർ നമുക്ക് ചെയ്തു തരാറുണ്ട്. അല്ലെ അതാണ് ഈ SCC അല്ല CSC എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ്, ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതിനെല്ലാം വേണ്ടിയിട്ട്. ദെൻ സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്. കേരളത്തിലുള്ളതാണ് KSWAN എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റേറ്റിൻ്റെ എല്ലാ ഡേറ്റാസ് കാര്യങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കോമൺ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇതാണ് ഡെലിവറി പോയിന്റ്സ്. ഇപ്പോൾ അക്ഷയ അതിൻ്റെ എക്സാമ്പിളാണ്. അക്ഷയ സെൻറ്റേഴ്സിലേക്ക് പോയി നമ്മൾ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യാറുണ്ടല്ലോ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാറുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ. ദെൻ ഈ ഗവേണൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലുള്ള ചലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഈ റിമോട്ട് ഏരിയാസിൽ ഈ ലിറ്ററസി ഒന്നും ഇല്ലാത്ത സ്ഥലത്തെന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയുള്ള സർവീസ് ആക്സസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ സൈബർ അറ്റാക്സിൻ്റെ പ്രശ്നങ്ങൾ വരും, ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ആളുകൾക്ക് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടാകും. ദെൻ ഈ ഗവേണൻസിന് ഇൻട്രാക്ഷൻസ് ഏതൊക്കെയാണ്? G2G ഉണ്ട്, ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഡേറ്റാസ് ഷെയർ ചെയ്യുന്നതാണ്. അത് ഗവൺമെൻറ് ഏജൻസീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ തമ്മിൽ. ദെൻ G2C എന്ന് വെച്ചാൽ ഗവൺമെൻറ് ടു സിറ്റിസൺ, ഗവൺമെൻറ് സിറ്റിസൻസിൻ്റെ ഇടയ്ക്ക് വരുന്നത്. G2B ഗവൺമെൻറ് ബിസിനസ് കമ്മ്യൂണിറ്റിയും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്. G2E ഗവൺമെൻറ് എംപ്ലോയീസ് തമ്മിൽ അവർക്ക് സാലറി കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. എന്താണ് EPS എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. ഇപ്പോൾ ഓൺലൈൻ എൻവയോൺമെൻറ്റിലൂടെ ബയറും സെല്ലറും തമ്മിൽ ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് നടക്കുന്നത്, അവർ അങ്ങോട്ട് പൈസ അയക്കുന്നത്, ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉണ്ടല്ലോ അത്. ദെൻ ഇ ലേണിംഗ് എന്താണ്? ഇ ലേണിംഗ് എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് സഹായത്തോട് കൂടിയിട്ട് നമ്മൾ പഠിക്കുന്നു. ഇപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുന്നത് ഇ ലേണിംഗ് ആണല്ലേ, അത് പല രീതിയിലുണ്ട്. ബുക്സ് നമ്മൾ PDFs ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുന്നു, ടെക്സ്റ്റ് ഉണ്ട്, ഇലക്ട്രോണിക് ഫോർമാറ്റുള്ള ടെക്സ്റ്റൽ ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട്. ഇ ബുക്ക് റീഡേഴ്സ് ആണ് കേട്ടോ, നമ്മുടെ ആമസോണിൻ്റെ ഒക്കെ വരുന്നില്ല അത്. പിന്നെ ഓൺലൈൻ ചാറ്റ്, ആളുകൾ ഇപ്പോൾ നിങ്ങൾ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചാറ്റ് ചെയ്യാറുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് ഈ കോണ്ടന്റ്, അതായത് വീഡിയോസായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്, മൾട്ടിമീഡിയ ഫോർമാറ്റ്സിൽ കിട്ടുന്നത്. പിന്നെ എഡ്യൂക്കേഷണൽ TV ചാനൽസ്, വിക്ടേഴ്സ് ഒക്കെ പോലെ ഈ ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ചാനൽസ്, ടെലിവിഷൻ ചാനൽസ്. ദെൻ ഈ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിലെ ഒരുപാട് സ്റ്റുഡൻറ്റിലേക്ക് ലൊക്കേഷൻ ഭേദമന്യേ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ഏതാ? നിങ്ങളുടെ ജില്ല ഏതാ? എൻ്റെ ജില്ല എറണാകുളമാണ്, നിങ്ങളുടെ ജില്ല ഏതാന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ ഈ എല്ലാ ജില്ലക്കാരിലേക്കും ഇത് എത്തുകയാണല്ലേ, അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് എത്തുന്നത് അല്ലേ, നമുക്ക് ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ വൈഫൈയുടെ ചാർജ് മാത്രമേ വരുന്നുള്ളൂ, അതല്ലാതെ യൂട്യൂബ് അല്ലെങ്കിൽ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നു. ദെൻ അതേപോലെ തന്നെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നാഷണലിയും ഇൻ്റർനാഷണലിയും പല റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് കോഴ്സസ് എടുക്കാൻ പറ്റും. സമയത്തിൻ്റെയോ ടൈമിൻ്റെയോ പ്ലസ് സ്ഥലത്തിൻ്റെയോ ഒന്നും ഒരു പരിമിതികളില്ല അതൊക്കെ. പിന്നെ ICT എനേബിൾഡ് സർവീസസ് ഇതൊക്കെയാണ് BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, KPO നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, കോൾ സെൻറ്റേഴ്സ് ഒക്കെയാണ്. നോമ്പൊക്കെ ആയതുകൊണ്ട് നാക്ക് കുഴഞ്ഞു തുടങ്ങി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ
അവസാനം വരെ കണ്ട് ആരൊക്കെയാണെന്ന് പറയാം. പിന്നെ ടെക്സ്റ്റുകളൊക്കെ ഒന്ന് റെഫർ ചെയ്തേക്കാട്ടെ. ഞാൻ പറഞ്ഞത് ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതെങ്കിലും കണ്ടാൽ എന്തായാലും ഷുവറാണ് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒത്തിരി വീഡിയോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ബട്ട് അറിയാമല്ലോ സമയം കിട്ടിയില്ല, മാക്സിമം ട്രൈ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് സബ്ജക്ട്സ് മുതലും നിങ്ങളുടെ +2ലേക്കും വേണ്ടിയിട്ട് ഷുവർ യുവർ ഓൺ ടീച്ചറോടെ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വീഡിയോസും ഏറ്റവും സിമ്പിളായിട്ട് ഒട്ടും റിപ്ലൈ തരാൻ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് റിപ്ലൈ തരാൻ സമയം കിട്ടാത്തതാണ്. നന്നായിട്ട് എല്ലാവരും എഴുതാം. താങ്ക്